ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അതുമായിട്ട് എന്തിനു സഹകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ആലോചിച്ചു വരികയാണ്. അതിൻ്റെ നിയമോപദേശം തേടിയതിന് ശേഷം നേരത്തെ എടുത്ത നിലപാടായിരിക്കില്ല ഞങ്ങൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ അന്വേഷണവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിന് ഇപ്പോൾ അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി പണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ. ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളൊക്കെ കയറ്റിയിറക്കിയ പാരമ്പര്യമുണ്ട്. ആ അഹങ്കാരം മനസ്സിൽ വെച്ച് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല. മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യം ഉണ്ടാകും. അതിനൊക്കെ ഞാൻ മറുപടി പറയാതിരിക്കലല്ലേ നല്ലത്. രാധാകൃഷ്ണനാണ് പറഞ്ഞതെങ്കിൽ രാധാകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, രാധാകൃഷ്ണന്റെ ആളുകൾ ഇങ്ങനെയുള്ള പല ഭീഷണികളും വളരെ കാലം മുൻപേ എൻ്റെ നേരെ ഉയർത്തിയതാണ്. അത് ജയിലിൽ കിടക്കലല്ല, അതിനപ്പുറമുള്ളത്. അന്നെല്ലാം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. കുഴൽപ്പണ കേസ് ബി.ജെ.പിക്ക് വലിയ തലവേദന ആയിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ അത്. കള്ളപ്പണത്തിനെതിരായി എന്ന് വിശദീകരിച്ച് നോട്ട് നിരോധനം വരെ നടപ്പാക്കിയ ദേശീയ പാർട്ടി അതിൻ്റെ സംസ്ഥാന ഘടകം കള്ളപ്പണ കടത്ത് കേസ് ആരോപണത്തിൻ്റെ കേന്ദ്രമായി മാറുക എന്ന് വെച്ചാൽ അതീവ ഗുരുതരമായ സാഹചര്യം തന്നെ. ബി.ജെ.പിയുടെ സംസ്ഥാന തലത്തിലെ നേതാക്കൾ അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെതായി പുറത്തുവന്ന ശബ്ദരേഖകളും ഇതിന് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതിനെതിരായ ബി.ജെ.പിയുടെ പ്രതിരോധ പരിപാടികളെയും കാണേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരായ എൻ രാധാകൃഷ്ണന്റെ ഭീഷണി പ്രസംഗവും ഈ സാഹചര്യത്തിൽ ഗൗരവമുള്ളതായി മാറുന്നു. അന്വേഷണവുമായി ഇനി സഹകരിക്കേണ്ട എന്ന് ബി.ജെ.പി തീരുമാനിച്ചതായും സൂചനകളുണ്ട്. പി കെ കൃഷ്ണദാസിന്റെ വാക്കുകളിൽ ആ സൂചനയുണ്ട്. ബി.ജെ.പി ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കടക്കുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്നതും മുഖ്യമന്ത്രിക്കെതിരായ ശബ്ദം കടുപ്പിക്കുന്നതും കൊണ്ട് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് ഈ സാഹചര്യത്തെ കടക്കാൻ സാധിക്കുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM നേതാവ് ശ്രീ എ റഹീം നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്താണ് അദ്ദേഹമുള്ളത്. ശ്രീ ടി പി ജയേന്ദ്രൻ ബി.ജെ.പി നേതാവ് കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ എൻ ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ്. മൂന്നുപേരും നമ്മോടൊപ്പം തയ്യാറാണ്. അതിഥികളിലേക്ക് തന്നെ വരാം. മൂന്നുപേരും നമ്മോടൊപ്പം തയ്യാറാണ്. ശ്രീ റഹീം തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ റഹീം, ഈ എൻ രാധാകൃഷ്ണന്റെ ഭീഷണിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെയും വിശദീകരിച്ച് കഴിഞ്ഞു അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. എങ്ങനെയാണ് CPM ഇതിനെ കാണുന്നത്? അതായത് ബി.ജെ.പി പെട്ടിരിക്കുന്നൊരു ഗുരുതര സാഹചര്യത്തെ മറികടക്കാൻ അവരിപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ പര്യാപ്തമായത് ആണോ? അതായത് തനി ഗുണ്ടായിസമാണ് ബി.ജെ.പി നേതാക്കൾ കേരളത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്രത്തിൽ തങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് എന്നും ഞങ്ങളിവിടെ പലതും കാണിക്കുമെന്നും ഞങ്ങളിവിടെ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ നിയമപരമായി അന്വേഷണം നടത്തുകയോ ചെയ്താൽ ഈ അധികാരം ഉപയോഗിച്ച്, കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ച് നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാം എന്നുമാണ് ബി.ജെ.പി കരുതുന്നത്. ഇത് എത്ര കണ്ട് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിൽ നിയമപരമായിട്ടല്ലേ പറയേണ്ടത്. പിന്നെ എൻ രാധാകൃഷ്ണൻ കരുതുന്ന പാർട്ടിയല്ല CPIM. എൻ രാധാകൃഷ്ണൻ പഠിച്ച മുന്നണിയുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നിങ്ങൾ പഠിച്ച കളരിയിലെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ വരട്ടാൻ വരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ഏറ്റവും ശക്തമായ ഭാഷയിൽ, ഏറ്റവും മനോഹരമായ അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ല. ഒരു കാര്യമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും കേരളത്തിലെ ഗവൺമെൻറ് ഒരു ഭീഷണിക്ക് മുമ്പിലും മുട്ടുമടക്കില്ല. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അത് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കും. ആ ബാധ്യത ഏതെങ്കിലും ഇതുപോലുള്ള ഒരു നേതാവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ചുരുട്ടി മൂലയ്ക്ക് വെക്കേണ്ട കാര്യമല്ല. കാരണം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയല്ലേ. ഇതെന്താണ് പ്രശ്നം? കോടിക്കണക്കിന് രൂപ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നവർ? കോടിക്കണക്കിന് രൂപ ഈ നാട്ടിലെ സാധാരണക്കാർ, അർത്ഥപട്ടിണിക്കാരായ ആളുകൾ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 ശ്രദ്ധിക്കുകയായിരുന്നു. ന്യൂസ് 18 തന്നെ പരമ്പരയുണ്ടല്ലോ.
ഈ ലോക്ക്ഡൗൺ പെട്ടപ്പോൾ ലോക്ക്ഡൗൺ ഉണ്ടാക്കി വെച്ച സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് മനുഷ്യർ സംസാരിക്കുന്നുണ്ടല്ലോ. ജീവിതം വഴിയടഞ്ഞു പോയ നിസ്സഹായരായ മനുഷ്യരെ, നിസ്വരെ നമ്മൾ കാണുന്നില്ലേ? ആ മനുഷ്യരുടെ മുമ്പിലൂടെയാണ് കോടിക്കണക്കിന് രൂപ ചാക്കിൽ കെട്ടിയിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഞാൻ കുറേ ദിവസമായിട്ട് ബാഗിൽ ഇങ്ങനെ വെച്ച് സൂക്ഷിക്കുന്നതാണ്. പ്രസീതയുടെ ഫോണിൽ സുരേന്ദ്രൻ പറയുന്നത് 10 ലക്ഷം രൂപ ബാഗിലിരിക്കുന്നത്. പൊതിച്ചോറല്ല, ബാഗിൽ ഒരു പൊതിച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലാണ് ഈ പറയുന്ന 10 ലക്ഷം രൂപ ഇങ്ങനെ കയ്യിൽ കരുതി നിൽക്കുന്നത്. കൂലിവേല കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി അവൻ്റെ ബാഗിൽ കുട്ടിക്ക് കൊടുക്കാനുള്ള വൈകുന്നേരത്തെ ഒരു ചെറിയ വടയോ പലഹാരമോ വാങ്ങി പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കുന്നത് പോലെ അവനത് വളരെ പവിത്രതയോട് വളരെ വിലയേറിയൊരു മൂല്യമേറിയൊരു പദാർത്ഥമായി കൊണ്ടുവന്ന് സ്വന്തം കുട്ടികൾ കൊടുക്കുന്ന പോലെ ഒരു അനുഭവമുള്ള മലയാളികളുടെ മുമ്പിൽ 10 ലക്ഷം രൂപയുമായി ഞാൻ 2 ദിവസമായിട്ട് നടക്കുകയാണെന്ന് പറയാണ്. ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ല സനീഷേ. അങ്ങനെ ഇത് ആരുടെ പണമാണ്? ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന പണമല്ലേ? ആ പണം കൈകാര്യം ചെയ്തു, അതിവിടെ കൊള്ളയടിച്ചു, ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്നു, അത് വഴിയിൽ വെച്ച് കൊള്ളയടിക്കുന്നു. അങ്ങനെ തികഞ്ഞ അരാജക പ്രവണതകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ ഭരണഘടനയിൽ ഇത് അരാജകത്തുള്ള രാജ്യമല്ലോ. പക്ഷേ ശ്രീ റഹീം, ഇത് BJP എന്ന പാർട്ടിയുമായിട്ട് ബന്ധമുള്ളതല്ല ഈ പണം വന്നിരിക്കുന്നത്. ഇതൊരു അവസരമായി കണ്ടിട്ട് BJP അങ്ങോട്ട് ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം സർക്കാരും. അതിനായിട്ട് ശ്രമിക്കുകയാണ് എന്നാണല്ലോ BJP ആളുകളുടെ വ്യത്യാസമില്ലാതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലാതെ BJP ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും പറയുന്നത്. അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും എന്നുകൂടെ പറയുന്നുണ്ടല്ലോ BJP നേതൃത്വം. ഇന്ന് പോലും ഉണ്ടായിരുന്നു സമരം, അവരുടെ പ്രതിരോധ പരിപാടി. അവരെ നശിപ്പിക്കാനായിട്ട് ഈ കേസിനെ ഉപയോഗിക്കുകയാണോ സർക്കാർ? അല്ല, ഒന്നാമത്തെ കാര്യം BJP ഒറ്റക്കെട്ടെന്നല്ല, പല കെട്ടുകളോ പല തുണ്ടുകളോ ആണ്. അതെൻ്റെ വിഷയമല്ല, ഞാനതിലേക്ക് പോകുന്നുമില്ല. ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ് അടിക്കുകയാണ്. രണ്ടാമത്തേത്, ഒരു കേസന്വേഷണത്തിലൂടെ അമിതാധികാര പ്രയോഗം നടത്തി അധികാരം ദുർവിനിയോഗം ചെയ്ത് ഏതെങ്കിലും ഒരു പാർട്ടിയെ, ഒരു വ്യക്തിയെ ഇല്ലാതാക്കണം. ആ അജണ്ട ഞങ്ങൾക്കില്ല. ആ പദ്ധതി കൊണ്ടു നടക്കുന്നവരല്ല ഞങ്ങൾ. എത്ര ദിവസമായി സനീഷ് ഇത്? ഞങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഒരു നിലപാടെന്താ? ചില സംഘടനകളെ ചില ഘട്ടങ്ങളിൽ നിരോധിക്കണമെന്നൊരു അഭിപ്രായം രൂപപ്പെട്ടു വരുമല്ലോ. അപ്പോൾ പോലും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്താ? നിരോധനം കൊണ്ടൊരു പ്രത്യയശാസ്ത്രത്തെയോ ഒരു പാർട്ടിയോ ഇല്ലാതാക്കാനാകില്ല. ഇതാണ് ഞങ്ങളുടെ പൊസിഷൻ. പിന്നല്ലേ കേസുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ കിട്ടിയാൽ രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വേട്ടയാടുക എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ CPM-ന്റെയോ നയമല്ല. ഞങ്ങൾ നിയമാനുസൃതമായാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ, വക്കീലന്മാർക്കൊന്നും ഒരു പഞ്ഞമില്ലല്ലോ, അവർ പോട്ടെ. ഇതുവരെ കേരള പോലീസ് തുടരുന്ന നിയമ നടപടിക്രമങ്ങളിൽ ഇന്നത് നിയമപരമായ പിശകാണെന്ന് കോടതിയിൽ പോയി ചൂണ്ടിക്കാണിക്കട്ടെ. അവർ പറഞ്ഞല്ലോ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. നിങ്ങൾ രാഷ്ട്രീയമായല്ലേ നേരിടുന്നുള്ളൂ, നിയമപരമായി നേരിടുന്നില്ലല്ലോ. നിങ്ങൾ ചെല്ല്, നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസമുണ്ടെങ്കിൽ. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പകരം രാഷ്ട്രീയമായി വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ് പറയുന്നത്? ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ജയിലിട്ടേക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ഇവരുടെ എതിരാളികളെ ഇവർ ഏത് നിലയിലായിരിക്കും ഭീഷണിപ്പെടുത്തുക? സാധാരണക്കാരായ എതിരാളികൾ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, വലിയ തോതിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ, മറ്റ് നിരവധി വ്യക്തിപരമായ ആളുകൾ. ഞാനിത് പറയാൻ കാരണമുണ്ട് സനീഷ്. 2014 അധികാരം ഏറ്റെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ പല BJP നേതാക്കളും, അത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രത്യേകിച്ചും, ഉണ്ടാക്കിയെടുത്ത ആസ്തിക്ക് കയ്യും കണക്കുണ്ടോ? ശരി, യഥാർത്ഥത്തിൽ ഇത് വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ? ശ്രീകുമാർ നമ്മോടൊപ്പം ഉണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ റഹീം, ശ്രീകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഈ അന്വേഷണത്തോട് സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് BJP എത്തിച്ചേരുന്നു. അതും കടന്നിട്ട് AN രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തന്നെയും മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുന്ന നില വരുന്നു. ഇതിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായി പോയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യത്തെ മറികടക്കേണ്ട നില വന്നതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് BJP-യും ഈ AN രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളും? ശരത്തെ, ഈ പ്രശ്നം തുടങ്ങിയിട്ട് മാസം 2 കഴിഞ്ഞില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ നിങ്ങൾ വിളിച്ചു വരുത്തിയപ്പോൾ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ വിളിക്കുന്നിടത്ത് മുഴുവൻ
വിളിക്കുന്ന നേതാക്കന്മാർ നെഞ്ചുവേദനയോ ഒരു വേദനയും അനുഭവിക്കാതെ കോവിഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഇത്രയും കാലം അന്വേഷിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ആദ്യം പറഞ്ഞു കള്ളപ്പണമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് ആധികാരികത അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് കള്ളപ്പണത്തിന്റെ കേസ് ഇതുവരെ കേരളത്തിലെ പോലീസ് ഇത്തരമൊരു വകുപ്പ് എഴുതി ചേർത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കള്ളപ്പണം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നടപടികൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്? ആദ്യം പറഞ്ഞു ഇത് BJP-ക്കാര് തമ്മിൽ മോഷ്ടിച്ചതാണ് എന്ന്. 21 പ്രതികളെ അറസ്റ്റ് ചെയ്തല്ലോ ശരത്തെ, ഒരാളെങ്കിലും BJP ഉണ്ടോ? പിന്നീട് പറഞ്ഞു ഇത് BJP-ക്കാർ തമ്മിലുള്ള വിഷയങ്ങളാണെന്ന്. ഓരോ ദിവസം കഴിയും തോറും ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പരാജയപ്പെടുകയല്ലേ. ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നായി തള്ളി. കള്ളപ്പണമാണെന്ന് അവസാനം പറഞ്ഞു. വീണ്ടും ഇപ്പോൾ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആള് അദ്ദേഹത്തിന്റെ പണത്തിന്റെ സോഴ്സ് കൊണ്ടുകൊടുത്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ നിയമജ്ഞരുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ പറയുന്നത്, പോലീസ് സീസ് ചെയ്യപ്പെട്ട ആരോപണ വിധേയമായ പണം ഉപയോഗിച്ചുണ്ടാക്കിയ വസ്തുക്കളോ എന്റേതാണെന്ന് പരാതിക്കാരൻ രേഖാമൂലം തെളിവ് സഹിതം ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയാനുള്ള അധികാരം കോടതിക്കുണ്ട്. കോടതി അത് പരിശോധിക്കുന്നത് വരെ ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ഞാൻ ചോദിക്കുന്നത്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് BJP-ക്കെതിരെ കഴിഞ്ഞ 2 മാസത്തിലേറെ ആയില്ലേ ശരത്തെ ഈ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്? എന്ത് തെളിവുകളാണ് കേരള പോലീസിന് കിട്ടിയിട്ടുള്ളത്? ഞങ്ങൾ എവിടെയാണ് സഹകരിക്കാതിരിക്കുന്നത്? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഓരോ ആരോപണങ്ങളും പൊഴിയുമ്പോൾ ബഹുജന മധ്യത്തിൽ ചർവണം ചെയ്യാൻ BJP-യെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒന്നും കിട്ടാത്തവർക്ക് ചെയ്യുന്ന കേവലം പ്രവർത്തനങ്ങളല്ലേ? ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത്, കേരള പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യമില്ലേ? കഴിഞ്ഞ 5-ാം തീയതി കേസ് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യവും മനസ്സിലാക്കണം. ആദ്യം കേസ് അന്വേഷിച്ച പൂങ്കുഴലി റഹീം കുറച്ച് ഉത്തരം പറയേണ്ട പ്രശ്നങ്ങളുണ്ട്. 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം അത് 27-ാം തീയതി കോടതിയിൽ കൊടുത്ത മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുമായി കേസിന് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ പൂങ്കുഴലിയിൽ സ്വാധീനിക്കാൻ പോയിട്ടില്ലല്ലോ. പിന്നീട് പോലീസിന്റെ ശ്രമം ഈ പൂങ്കുഴലിനെ വെച്ച് അന്വേഷിച്ചാൽ സത്യമാണ് വെളിപ്പെടുത്തുക എന്ന് ബോധ്യപ്പെട്ടപ്പോഴല്ലേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രിയപ്പെട്ട കേസുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അട്ടിമറിച്ച പാരമ്പര്യമുള്ള സോജനെ പോലെയുള്ള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി വിനുവിനെ പോലെയുള്ള വാസവന്റെ ബന്ധുവിനെ പോലെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്ത് നെറികേടും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംഘം പോലീസുകാരെ ഏൽപ്പിച്ചു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, BJP ആണോ റെയ്ഡ് അട്ടിമറിച്ചത്? കണ്ണൂരിൽ സഖാവായ രഞ്ജിത്തിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോലീസ് പുറപ്പെട്ടപ്പോൾ ആ വിവരം കണ്ണൂരിലെത്തിയത് BJP പറഞ്ഞിട്ടാണോ? അടിമുടി ആദ്യം മുതൽ പരിശോധിച്ചാൽ നമുക്കറിയാം, ഓരോ ഘട്ടത്തിലും കേസ് പോലീസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ പോലീസ് CPM-ന് വേണ്ടി വാദിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, 2 മാസക്കാലത്തിന് അന്വേഷിച്ച് കേരള നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുത്ത വകുപ്പ് 395, 412, 212, 120B കവർച്ചയെ കുറിച്ച് മാത്രമല്ലാതെ ഡെക്കോയിറ്റി അല്ലാതെ ഏത് വകുപ്പാണുള്ളത്? പോലീസിന് ഇത് കള്ളപ്പണമാണ് എന്ന് പറയാൻ CPM-കാർക്ക് ചാനലിൽ വന്നിരുന്ന് പറയാനല്ലാതെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പോലും പറയുന്നില്ല ഇത് കള്ളപ്പണമാണ്, ഇതിന് ടാക്സബിൾ എമൗണ്ട് ആണ്, ടാക്സ് കൊടുത്ത എമൗണ്ട് ആണ് എന്ന് അദ്ദേഹം കോടതിയിൽ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഏത് കാര്യത്തിലാണ് ഞങ്ങൾ സഹകരിക്കേണ്ടത്? തൃശ്ശൂരിലേക്ക് എല്ലാം പറയും, എല്ലാ നേതാക്കന്മാരും തൃശ്ശൂരിലേക്ക് ഓടിച്ചെന്നില്ലേ? അവർ വിളിക്കുന്നിടത്ത് മുഴുവൻ ചെന്നില്ലേ? നോട്ടീസ് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു മന്ത്രിയും ഒരു നേതാവും പോലും ഒരു സർട്ടിഫിക്കറ്റ് ഹാജരായി മാറി നിന്നില്ല. കിട്ടാവുന്നിടത്തോളം പോലീസിന് കൊടുക്കാവുന്ന എല്ലാ സഹകരണവും ചെയ്തു. കാരണം ഞങ്ങൾക്കറിയാം ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. CPM-ന് പിടിവള്ളി ഇല്ലാതായപ്പോൾ അവരിപ്പോ ഇത് എടുത്തിടുന്നത് ഒരുപക്ഷെ ഈ മറ്റുള്ള വിഷയങ്ങളിൽ നിന്നുള്ള വിഷമം കൊണ്ടായിരിക്കാം. ഞങ്ങൾ പറയുന്നത് ഇത് വളരെ ഫാബ്രിക്കേറ്റഡ് ആയിരിക്കുന്ന, ഒരു കാരണവശാലും തെളിവുകളൊന്നും ഇല്ലാത്ത ഒരു കേസിന് ഞങ്ങൾക്ക് വേറെ പല പണിയുമില്ലേ? ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ജയേന്ദ്ര മാഷ താങ്കളിലേക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ സുതാര്യമായിട്ടാണ് താങ്കൾ ഈ പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുന്ന കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിയമപരമായി നേരിടാതെ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയും മുഖ്യമന്ത്രിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഭീഷണി ഒക്കെ ഉയർത്തുകയും ചെയ്യുന്നതെന്ന ചോദ്യം ബാക്കിയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ BJP ഈ കേസിനെ നേരിടുന്ന ഈ വഴി അത് ശരിയായതാണോ? അവർക്ക് അതുകൊണ്ട് ഗുണമാണോ ഉണ്ടാവുക? സനീഷ, ഇതില് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ നമുക്കുണ്ട്. കാരണം ഈ കേസ് ഇപ്പൊ എത്ര ദിവസമായി നമ്മൾ മാധ്യമങ്ങളിൽ കടന്നിങ്ങനെ ഓരോ ദിവസവും, അതിപ്പോ വനംകൊള്ള വന്നപ്പോഴാണ് കുറച്ചത് പിന്നാക്കാൻ പോയത്. ഇത് BJP അതുപോലെ CPM ഒക്കെ ഇക്കാര്യത്തില് അവരുടെ നിലപാടുകൾ ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്നു. അത് CPM ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതായത് ഇക്കാര്യത്തിൽ UDF വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്നില്ല, കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുന്നില്ല ഈ വിഷയത്തിൽ നിന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവന. ഈ കോൺഗ്രസിലോ അല്ലെങ്കിൽ UDF ശക്തമായി പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. കാരണം UDF കോൺഗ്രസിനോ ആധികാരികമായ ഒരു സ്ഥാനത്തും ഇല്ല.
പിന്നെ ഇവരിതിലിപ്പോ ഈ ചർച്ച നമ്മളിത് ഒരിക്കലും കുറച്ചു കാലത്തേക്ക് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. കാരണം ഇന്നിപ്പോ ശ്രീ എൻ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചു. അതൊക്കെ ഒരു സാധാരണ പൊളിറ്റിക്കൽ അലിഗേഷൻ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി അത് വളരെ വിശദമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ BJPക്ക് എതിരായ രീതിയിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിയമപരമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ പുള്ളി അപ്പോഴും പുള്ളി ഈ കേസ് ജനങ്ങളുടെ മുമ്പിലുള്ള കേസ് എന്താണ്? ഇതൊരു കുഴൽപ്പണ കേസാണ്. അപ്പൊ ഇതൊരു കുഴൽപ്പണമാണോ അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെ ബന്ധമുണ്ട്, BJP നേതാക്കൾക്ക് ബന്ധമുണ്ടോ, ഇതൊന്നും ഇതുവരെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരള മുഖ്യമന്ത്രിക്ക് നമ്മുടെ പോലീസ് കൊടുത്തിട്ടില്ലേ? അതാണ് സംശയം. അപ്പൊ BJP ഇപ്പോൾ അവർ പറയുന്ന അവർ വളരെ വ്യക്തമായിട്ട് BJP പറയുകയാണ്. കാരണം ഈ കേസ് എങ്ങും എത്തില്ല. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ട് 2-3 ആഴ്ചയായി, ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇനി അത് മാത്രമല്ല, ചോദ്യം ചെയ്യണമെന്ന് ആർക്കും നിർബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതല്ല, ഇത് BJPയുടെ കേന്ദ്ര നേതൃത്വം ഈ കേസ് വലിയ കാര്യമായി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ പൊതുവെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രവണത, ജനങ്ങൾ ഈ അഴിമതിക്കാര്യത്തൊന്നും വലിയ താല്പര്യരല്ല. അഴിമതിയൊക്കെ എങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നൊരു ചിന്ത അവർ വന്നിട്ടുണ്ട്. ഒരുപാട് അഴിമതി കേസുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും ബിംബൊക്കെ നമ്മൾ കേട്ടല്ലോ. ഒരു അഴിമതി കേസ് ഇപ്പൊ ഇല്ലല്ലോ. നമ്മൾ എത്രയോ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. കേരളത്തിലെ ഒരു IAS ഓഫീസറായിട്ട് ബന്ധപ്പെട്ടിട്ട്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഒരുപാട് അഴിമതി കഥകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. എല്ലാം അവസാനിച്ചോ? ഇത് നമ്മുടെ ജനങ്ങളുടെ ഒരു മനോഗതി രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ചു ഈ കേസ് ചർച്ച ചെയ്യാൻ, നമ്മുടെ ജാനുവിന്റെ കേസ് ചർച്ച ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചു. എന്ത് സംഭവിച്ചു? BJPയുടെ ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഇപ്പൊ ആർക്കും അറിയാൻ വയ്യ. കാരണം BJP ഒരു കമ്മിറ്റിയെ വെച്ചു. അത് 3 പേരെ കമ്മിറ്റിയിലുണ്ട്. ആനന്ദബോസ്, ശ്രീധരൻ, അതുപോലെ ജേക്കബ്, പഴയ DGP. ഞാൻ പറയും, ഈ 3 പേരും ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? അവരെ ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്നാ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ എന്തായി കാണുന്നത്? കേരളത്തിലെ ജനങ്ങളെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 3 പേരും പ്രമുഖരാണ്, തനി രാഷ്ട്രീയക്കാരല്ലല്ലോ. 3 പേരും IAS ഉദ്യോഗസ്ഥരും മറ്റേ IPS ഉദ്യോഗസ്ഥരും അതുപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ്. ഇവരൊക്കെ നാണം കെടുകയല്ലേ സത്യം പറഞ്ഞാല്. ഇപ്പൊ ആനന്ദബോസ് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവർ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ വേണ്ടപ്പെട്ടവരാരാണ്? അപ്പൊ BJPയുടെ സംഘടനാ സെക്രട്ടറി ആ സ്റ്റേറ്റ്മെന്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുത്ത് കൊടുത്ത പ്രസ്താവനയിലാണ് പറയുന്നത് ഒന്നുമില്ലെന്ന്. നിങ്ങളുടെ കാര്യം ആലോചിച്ചോളൂ. തൽക്കാലം കേരള BJPയിലെ കേന്ദ്ര നേതൃത്വം ഒരു നടപടി എടുക്കില്ല. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റും ഈ കാര്യത്തിൽ BJP ഇങ്ങനെ ഒരു വാള് പോലെ ഇങ്ങനെ അവിടെ തലയെ തൂക്കിയിടുമെന്നല്ലാണ്ട് ഒന്നും കേരള ഗവൺമെന്റ് ചെയ്യില്ല. കാരണം ഇതിലത്തെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ റഹീമിന് അതിന്റെ ഒരു തിരുത്താനുള്ള അവകാശം ഉണ്ടായിരിക്കും. അത് പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരു കടമയാണ്. പക്ഷെ നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കിക്കോളൂ. ഈ ഗവൺമെന്റ് ഇപ്പൊ BJPയുടെ ഇതൊരു ക്രിമിനൽ കേസാണ്, ഇതൊരു കുഴൽപ്പണ കേസാണ്, ഇതൊരു രാജ്യദ്രോഹ കുറ്റമായ കേസാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിപ്പോ തൽക്കാലം ഒരു മോഷണ കേസായിട്ടാണ് പോകുന്നത്. ഇതിൽ പിടിക്കപ്പെട്ട പ്രതികളിൽ ഒരാളൊരു CPM പ്രവർത്തകനാണ്. അപ്പൊ ഈ കേസ് ഈ CPM പ്രവർത്തകനായതുകൊണ്ട് CPM ബന്ധമൊന്നും ഞാൻ ആരോപിക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം ഒരു ക്രിമിനൽ കേസിൽ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടാറുണ്ട്. അപ്പൊ അതിലൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ ഒരു CPM പ്രവർത്തന കേസിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഈ കൊലപ്പണ കേസിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അതുപോലെ മാത്രമല്ല ഇവര് പറയുന്നില്ല, അവസാനം പറഞ്ഞില്ലേ പ്രചരണ സാമഗ്രികൾ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ഈ ഒരാളെ ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ. ഞാൻ കേട്ടെനിക്ക് ശരിയാണോ എന്ന് അറിയാൻ വയ്യ. ഇവർ ആദ്യം പോലീസ് പിടിച്ച കാറിൽ കുറെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. അതൊരു NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളായിരുന്നു. ആ പോസ്റ്ററുകള് ഒരുപക്ഷെ എന്തായാലും ഒരു പോലീസ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ആദ്യത്തെ റിപ്പോർട്ടിൽ അവർ രേഖപ്പെടുത്തുമല്ലോ, ഇന്ന പോസ്റ്റർ കണ്ടെടുത്തു എന്ന്. ഒരുപക്ഷെ അത് BJP അറിഞ്ഞിട്ടുണ്ടോ? അതായിരിക്കും അവർ ഈ പ്രചരണ സാമഗ്രികളാണ് കൊണ്ടുപോയെന്ന് പറയുന്നത്. അത് തൃശ്ശൂർ ജില്ലയിൽ മത്സരിച്ച ഒരു പ്രമുഖ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററാണ്. അത് അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. ആ കാറിലെ പോസ്റ്റർ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അറിഞ്ഞത്. ശരിയാണോ എന്ന് അറിയാനും വയ്യ. അപ്പൊ ഇത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ കേസ് ഇങ്ങനെ പരസ്പര ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പൊ രാധാകൃഷ്ണനത്തെ ആരോപണം എനിക്ക് രസകരമായിട്ടാണ് തോന്നിയത്. കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മക്കളെ ജയിലിൽ പോയി കാണുന്നൊക്കെ പറഞ്ഞാൽ അത് എന്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്? കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ടുള്ള ഒരു ഭീഷണിയാണോ? അതൊന്നും നല്ലൊരു രാഷ്ട്രീയ ഇതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ റഹീം, ഇത് സംബന്ധിച്ച് BJP ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ ചിലത് അടുക്കിപ്പെറുക്കി പറഞ്ഞു ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ. അതായത് ഇത് BJPയുടെ ബന്ധം എവിടെ തെളിഞ്ഞു? മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്
അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ നിയമസഭയിൽ സംസാരിച്ചപ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനകത്ത് എവിടെയും BJP നേതാക്കളുടെ പേര് പറഞ്ഞിട്ടോ BJPയുടെ പണമാണെന്ന് സ്ഥാപിക്കാവുന്ന കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ ചോദിക്കുന്നത്, ഇത്രയും കാലമായിട്ടും ഞങ്ങളെ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ, അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ കുടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ചില നടപടികൾ എന്ന് കണ്ടാൽ പോരെ എന്നവർ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താണ്? അല്ല, രാഷ്ട്രീയമായി ഒരാളെ ഇല്ലാതാക്കാനും പാർട്ടിയെ ഇല്ലാതാക്കാനുമുള്ള പണം ഞങ്ങൾക്കില്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അത് അവർ ഉടനീളം ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെയും അങ്ങനെ വരുമോ എന്നവർ സ്വയം വിശ്വസിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, നിഷ്പക്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, എൻ ശ്രീകുമാർ പറഞ്ഞു നിഷ്പക്ഷമായൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കേൾക്കുന്ന ആളുകൾ തോന്നുന്നു നിരീക്ഷകൻ എന്നാണ് നിങ്ങൾ എഴുതി കാണിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ സഹയാത്രികനാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അഭിമാനത്തോടെ കൊണ്ടു നടക്കാൻ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് മറച്ചു വെക്കരുത്. അല്ലല്ല, ഞങ്ങളങ്ങോട്ട് ഒരു മാധ്യമപ്രവർത്തകൻ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ എഴുതിയെന്നേ ഉള്ളൂ. അദ്ദേഹം മറച്ചു വെക്കുന്നയാളല്ല. അദ്ദേഹം കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ നിലപാടുള്ള നിരീക്ഷകൻ തന്നെയാണ്. കോൺഗ്രസിന്റെ നേതാവല്ല എന്നേ ഉള്ളൂ. അത് പ്രേക്ഷകരോട് പറയണം, ഇല്ലെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടും. ഇല്ല, അത് അദ്ദേഹം പറഞ്ഞതിന് വ്യക്തമല്ല. അദ്ദേഹം ഒരിക്കലും അത് മാറ്റി പറയുന്ന ആളല്ല. നേരത്തെ ഞങ്ങളുടെ ചർച്ചയിൽ അദ്ദേഹം പല ചർച്ചകൾക്കും വരുന്നതാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം എന്നൊരു ധാരണയിലാണ്. അത് ഈ 3 പാർട്ടികളെ പ്രതിനിധീകരിച്ച ആളുകൾ അദ്ദേഹം ഒരു നേതാവല്ല എന്ന് കൂട്ടിയാൽ മതി. അല്ല, അങ്ങനെയല്ല. അത് ഈ പത്രവാർത്ത എഴുതുമ്പോൾ തന്നെ നമുക്ക് സുപരിചിതമായ വാർത്തയാണെന്ന് കരുതരുത് എന്നും, ആദ്യമായി വായിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അയാൾക്ക് കൂടി ആ അവയർനെസ് കിട്ടും വിധമാണ് ആ വാർത്ത വ്യക്തമാക്കി എഴുതേണ്ടതെന്നും ആണല്ലോ ബേസിക് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് നിരീക്ഷകനത് എഴുതിയാൽ പോരാ. ശരി, അത് വ്യക്തമായല്ലോ. ഇപ്പോൾ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. വരുന്ന പ്രശ്നം എന്താ, അദ്ദേഹം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അതെന്തൊരു അഭിപ്രായമാണ്? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ നിമിഷം വരെ നിങ്ങളുടെ പുതിയ നിയുക്ത KPCC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് BJPയെ കടന്നാക്രമിക്കാത്തത്? ഇത് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹം പറയുന്നു BJPക്കാരുടെ പേര്. ഈ മുഖ്യമന്ത്രിയുടെ പണി BJPക്കാരുടെ പേര് പറയാനല്ല. നിങ്ങൾ തുടർന്ന് വന്ന രാഷ്ട്രീയ സംസ്കാരം വെച്ചാണ് ഞങ്ങളെയും അളക്കുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം? ഇവിടെ ഈ കുറ്റകൃത്യം നടക്കുന്നു. കൊടകരയിൽ എങ്ങനെ ഇത് പുറത്തറിയുന്നു? അത് ശ്രീകുമാർ ആദ്യം ദയവേത് മനസ്സിലാക്കണം. സനീഷ് അറിഞ്ഞിരുന്നോ? ന്യൂസ് 18 അറിഞ്ഞിരുന്നോ? ആരും പറഞ്ഞില്ല. ഇരുചവി അറിയാതെ ഇത് അവസാനിക്കുമായിരുന്നു. എങ്ങനെ? ഇവരീ കൊണ്ടുപോയി കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ. ഇവർ കേസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? കേസ് കൊടുക്കുന്നത് 3-ാം തീയതി രാത്രി കവർച്ച നടക്കുന്നു, 7-ാം തീയതിയിലാണ് കേസ് കൊടുക്കുന്നത്. 4 ദിവസം കൃത്യമായി ആലോചനിച്ച് ഉറപ്പിച്ചിട്ടാണ് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത്. സപ്പോസ് അവർ കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സ്കാം തന്നെ നമ്മൾ പുറത്തറിയില്ലായിരുന്നു, ഈ ഹവാല ഇടപാടെ അറിയില്ലായിരുന്നു. കേസ് കൊടുത്തു. എന്ത് ആത്മവിശ്വാസത്തിലാണ് അവർ കേസ് കൊടുത്തേ? കവർച്ച മാത്രം അന്വേഷിച്ച് ആരാണ് തട്ടിയെടുത്തത് ഈ പണം എന്നറിയുക മാത്രമേ അവർക്ക് അജണ്ടയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോലീസ് ആ വൃത്തത്തിനുള്ളിൽ നിന്നില്ല, അത് കഴിഞ്ഞുപോയി. ഇവർ കരുതിയിരുന്നത് ഭരണം മാറുമെന്നാണ്. ഇപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ആലോചിക്കണം. കൗണ്ടിങ് ആയിട്ടില്ല, വോട്ടിംഗ് കഴിഞ്ഞ് കൗണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ കാലയളവിലാണ് ഈ കേസ് കൊണ്ട് കൊടുക്കുന്നത്. ആലോചിച്ചുറപ്പിച്ച് ഇവരുടെ BJPയുടെയും RSSന്റെയും ആത്മവിശ്വാസം ഭരണം മാറുകയാണെങ്കിൽ സ്വാഭാവികമായും സഹായവും ലഭിക്കും. എങ്ങനെ ലഭിക്കും? ഈ കവർച്ച കേസ് മാത്രമായി ഇത് അന്വേഷിച്ച് അവസാനിപ്പിക്കും. ഇപ്പോഴും ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നത് എന്താ? നിങ്ങൾ കവർച്ചയല്ലേ അന്വേഷിക്കേണ്ടത്? നിങ്ങൾ എന്തിനാണ് ആ കവർച്ച കേസിൽപ്പെട്ട് SIT ഉണ്ടാക്കി ഞങ്ങളുടെ പുറകെ വരുന്നത്? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. പൂങ്കുടിൽ നടത്തിയ അന്വേഷണം അവിടെ അവസാനിപ്പിക്കണ്ടേ? പിന്നെ എന്തിന് നിങ്ങൾ SIT ഉണ്ടാക്കി? പിന്നെ എന്തിന് ഞങ്ങളുടെ പുറകെ വരുന്നു? വരില്ലായിരുന്നു. നിങ്ങൾ കരുതിയിരുന്നത് പോലെ, നിങ്ങൾ കേസ് കൊടുത്ത സമയത്ത് നിങ്ങൾ കരുതിയിരുന്നത് പോലെ ഭരണം മാറിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ പുറകെ വരില്ലായിരുന്നു. കാരണം കോൺഗ്രസ് ഭരിച്ചനെ. ഇതല്ല, ഇത് ഇടതുപക്ഷം ഭരിക്കൂ. നിങ്ങളുടെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയത് ഇടതുപക്ഷം അധികാര തുടർച്ചയിലേക്ക് എത്തിയപ്പോഴാണ്. അത് റിസൾട്ട് വന്നപ്പോഴാണ് നിങ്ങൾക്ക് എന്റെ കഥ മാറിയത്. പക്ഷേ ശ്രീ റഹീം, അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെ BJPയുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ് ഇത്രയും ദിവസത്തെ അന്വേഷണം കൊണ്ട് കിട്ടിയത് എന്നാണ്. പറയാം. ഒരു ക്രൈം നടക്കുന്നു. ക്രൈം കള്ളപ്പണം കവർ ചെയ്യപ്പെടുകയാണ്. കവർ ചെയ്യപ്പെട്ട ആള് പോലീസിന് കൊടുക്കുന്ന മൊഴി 25 ലക്ഷം എന്നാണ്. അത് തന്നെ ദുരൂഹമാണ്. അദ്ദേഹം നേരിട്ട് വരുന്നില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ മറച്ചു വെച്ച് കൊടുക്കുന്നു. പിന്നീട് പോലീസിന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി 25 ലക്ഷമല്ല, കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് മനസ്സിലായി. അത് അദ്ദേഹം വെളിപ്പെടുത്തുന്നുമില്ല, പോലീസിനോട് പറയുന്നുമില്ല.
അതിൻ്റെ അർത്ഥം എന്താ? അത് കള്ളപ്പണമാണ്. അപ്പോൾ ജയചന്ദ്രൻ മാസ്റ്റർ മനസ്സിലാക്കേണ്ടത്, പോലീസ് ഇങ്ങനെ ഒരു കള്ളപ്പണം കണ്ടുകിട്ടിയാൽ, കള്ളപ്പണം കണ്ടാൽ, കള്ളപ്പണ കേസ് അത് PMLA ആക്ടിൽ നിൽക്കുന്നതാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ പണത്തിൻ്റെ സോഴ്സ് തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെങ്കിലോ? അതിൽ വേറെ FIR, വേറെ ക്രൈം നിൽക്കുമെന്നേ. ഈ പണത്തിൻ്റെ സോഴ്സ് കണ്ടെത്തല്ലേ വേണ്ടത്. ആ പണത്തിൻ്റെ സോഴ്സ് ഈ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഇയാൾ ആരുമായെല്ലാം കോൺടാക്ട് ചെയ്തു, തട്ടിക്കൊണ്ടുപോയതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ആരുമൊക്കെയായി ഇയാൾ നിരന്തരമായി ബന്ധപ്പെട്ടു, അവരുമായിട്ടുള്ള ബന്ധമെന്ത്? ഇത് വിശദമായി അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാതെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് yes or no ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കല. പോലീസ് അന്വേഷിക്കുന്നത് എന്താണ്? ഈ പണം ഏതെങ്കിലും ഒരു ക്രിമിനൽ പ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുത്ത പണമാണോ? ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണോ? എന്തിന് ഇയാൾ ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ച് ആദ്യം ഈ കാര്യങ്ങൾ പോലീസിൽ നിന്ന് മറച്ചു വെച്ചു? ആ സമയത്ത് ഇയാൾ ആരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടു? അതാണ് ഇതിൻ്റെ ക്രിമിനൽ പാർട്ട്. ആ ക്രിമിനൽ എലമെന്റ് അന്വേഷിക്കേണ്ട ഏജൻസി പോലീസാണ്. പോലീസിന്റെ ഉത്തരവാദിത്തമാണത്. അതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അന്വേഷിക്കുന്നു എന്ന ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത്. ശരി, ഇവരുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങൾ തന്ന 25 ലക്ഷത്തിന്റെ കവർച്ച കേസ് മാത്രമേ അന്വേഷിക്കാവൂ എന്നാണ്. അതാണ് അവർ പറയുന്നത്. 25 ലക്ഷത്തിന്റെ കവർച്ച കേസ് ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന് ഒരു തിയറി ഉണ്ടായിരുന്നല്ലോ, ഒരു വിമാനം ശ്മശാനത്തിൽ തകർന്നു വീണാൽ അവിടെ കിടക്കുന്ന മൃതശരീരങ്ങൾ മുഴുവനും വിമാനത്തിൽ വന്നവരുടേതാണെന്ന് എങ്ങനെ നിഗമനത്തിലെത്തും? ഇതാണ് മുരളീധരൻ ചോദിച്ചത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 25 ലക്ഷമാണ് ധർമ്മരാജൻ പറയുന്നത്. BJP-കാരനായ ധർമ്മരാജൻ 25 ലക്ഷം പറഞ്ഞാൽ കൂടുതൽ പണം അയാളുടെ മേൽ ആരോപിക്കരുത്. ശരി, ഇതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ശരി, ഞാൻ തിരിച്ചു വരാം. ഈ ചർച്ചയിൽ ശ്രീ ജയചന്ദ്രൻ പറയുന്നത് എന്താ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമായി അദ്ദേഹം പറയുന്നത്, നിയമവൃത്തങ്ങളുടെ അദ്ദേഹം പറയട്ടെ, ഒരൊറ്റ മിനിറ്റ്. നിയമവൃത്തങ്ങളുടെ മനസ്സിലാക്കിയ കാര്യമായി ജയചന്ദ്രൻ പറയുന്നത്, ഒരാളുടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ ആ കള്ളപ്പണം അയാൾക്ക് തന്നെ ചെന്ന് പറഞ്ഞ് മാറ്റാമെന്ന്. ഞാൻ ചോദിക്കുന്നു, അത് നിയമപരമായിട്ട് അങ്ങനെ പറ്റുമായിരിക്കും? ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ആളുകളെ ക്യൂവിൽ നിർത്തിയത്? ഈ പണമല്ലേ കള്ളപ്പണം, കണക്കിൽപ്പെടാത്ത പണം. നിശ്ചിത തുകയ്ക്ക് മുകളിൽ 1 രൂപ നിങ്ങൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാത്രമേ നടത്താവൂ എന്ന് പിന്നെ നിങ്ങൾ എന്തിനു പറയുന്നു? ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ റഹീം, താങ്കളിലേക്ക് വരാം. എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, താങ്കൾ ആദ്യം ഉന്നയിച്ച ചോദ്യമുണ്ടല്ലോ, അതായത് പോലീസിന് അങ്ങനെയൊന്നും കാണിക്കാനായിട്ടില്ല, പറയാനായിട്ടില്ല എന്നത് തെറ്റാണ് ആ അർത്ഥത്തിൽ. അതായത് ഈ കൊടകരയിൽ പിടിച്ചത് BJP കൊണ്ടുവന്ന കുഴൽപ്പണം തന്നെയാണ്, കള്ളപ്പണം തന്നെയാണ് എന്ന് പോലീസ് ഇരിങ്ങാലക്കുട കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. BJP-യുടെ പണമെന്ന് പോലീസ് റിപ്പോർട്ട്, കവർ ചെയ്യപ്പെട്ടത് BJP-യുടെ പണമാണെന്ന് പോലീസ് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പണം എത്തിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചെലവഴിക്കാനാണ്, കൊണ്ടുവന്നത് കർണാടകയിൽ നിന്നാണ്, കമ്മീഷൻ അടിസ്ഥാനത്തിൽ എത്തിച്ച ഹവാല പണമെന്നും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല, പോലീസിന് ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന താങ്കളുടെ വാദം അവിടെ പൊളിയുകയല്ലേ എന്ന ചോദ്യമാണ് എനിക്കുള്ളത്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം ഇടവേളയ്ക്ക് ശേഷം. കോടതി രേഖയുടെ ഭാഗമായി തന്നെയും അത് വന്നിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഈ പറയുന്ന കോടതിക്ക് മുമ്പാകെ പോലീസ് തന്നെയും പറയുന്നു ഇത് BJP-ക്ക് വേണ്ടി വന്ന കള്ളപ്പണമാണ് എന്ന്. അവർക്ക് തെളിവുണ്ടാകുമല്ലോ, കോടതിക്ക് മുമ്പാകെയാണല്ലോ പറയുന്നത്. അതങ്ങനെ പറയുന്നു. ഈ ED ആണെങ്കിൽ വിശദാംശങ്ങൾ തേടുന്നു. സുരേന്ദ്രനാണെങ്കിൽ ഞാനിതാ ഈ പണവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് നാട്ടുകാർ കേൾക്കുന്നു. ഈ പറയുന്ന പോലെ കൃഷ്ണദാസ് കേൾക്കരുത് എന്ന, ഇത് ശരിയല്ലാത്തൊരു പണമാണ്, പണം കൈമാറ്റമാണ് എന്നെല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലുള്ള വർത്തമാനം കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നു നാട്ടുകാരെല്ലാം. ഇതിപ്പോൾ അരിഭക്ഷണം കഴിക്കുന്ന മുഴുവൻ പേർക്കും മനസ്സിലാകുന്ന കാര്യമുണ്ടായിട്ടും താങ്കളുടെ പാർട്ടി ഇതാ ഞങ്ങളെ ഇവർ രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കുകയാണ്, ആരോപണം ഉന്നയിക്കുകയാണ്, ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുക? ഒന്ന് സനീഷേ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള പോലീസ് ഇങ്ങനെ ഒരു കള്ളപ്പണം, അൺഅക്കൗണ്ടഡ് മണി ഓർ ഇല്ലീഗൽ മണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ വിവരം കൈമാറേണ്ടത് ഇൻകം ടാക്സിനോ അല്ലെങ്കിൽ ED-ക്കോ ആണ്. നേരത്തെ നമ്മുടെ റഹീം പറഞ്ഞ മാതിരി രാജ്യദ്രോഹ പ്രവർത്തനമോ മറ്റ് ഭീകരവാദ പ്രവർത്തനമോ ഒക്കെ ഉണ്ടെങ്കിൽ കൈമാറും. ഇതുവരെ അങ്ങനെ ഒന്ന് കൈമാറിയിട്ടുണ്ടോ? സനീഷിനുള്ള പെശകാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ കൊടുത്ത ഒരു ഹർജിയാണ്, കോടതിയിൽ കൊടുത്ത ഒരു അപേക്ഷയാണ് ഈ കാര്യത്തിൽ ED-ക്ക് ഇപ്പൊ കേരള ഗവൺമെന്റിനോട് വിവരം തേടാനിടയായത്. അല്ലാതെ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തേടിയിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് വകുപ്പാണ് ഈ പണത്തിനെ കുറിച്ച്, ഞാൻ പറഞ്ഞല്ലോ കേരള മുഖ്യമന്ത്രി പറഞ്ഞ, ഇതിൽ ഏത് വകുപ്പാണ് അതിൽ ചേർത്തിരിക്കുന്നത്? കേരള പോലീസിന്റെ കണ്ടെത്തൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ബന്ധപ്പെട്ടവരെ കേരള പോലീസ് ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടിയിരുന്നു. അത് ഉണ്ടായിട്ടില്ല. പിന്നെ
SIT, ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇപ്പൊ താങ്കൾ പറയുന്നത് കർണാടകയിൽ നിന്ന് വന്നതാണ്. 5/5/2021 പൂങ്കുഴലി നേരാമണ്ണം അന്വേഷിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെയല്ല കേസ് പോകുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു BJP-യുമായി ബന്ധമില്ല, 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ആ പൂങ്കുഴലി അന്വേഷണം മാറ്റി. റഹീം ഇതുവരെ മറുപടി പറഞ്ഞില്ല. എന്താണ് സർ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരുടെ ട്രാക്ക് റെക്കോർഡ്? സോജൻ CBI-യുടെ അന്വേഷണം നേരിട്ട് ഏത് നിമിഷവും അദ്ദേഹത്തിനെതിരെ നടപടിക്ക് വിധേയനാകും എന്ന് നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരൊക്കെ പറഞ്ഞ ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഈ പോലീസുകാർ അങ്ങനെ ആദ്യം പറഞ്ഞിരുന്നു, BJP-യുടെ പണമല്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് താങ്കൾ പറയുന്നതാണ്. അതിന്റെ രേഖയൊന്നും എന്റെ കൈവശമില്ല, താങ്കളുടെ കൈവശമുണ്ടെങ്കിൽ അത് പറയണം. എന്റെ കൈവശമുള്ള രേഖയിൽ മേൽ വിവരിച്ചിട്ടുള്ള വസ്തുതകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും കൊടകര പോലീസ് സ്റ്റേഷൻ ക്രൈം ആ നമ്പർ ഉൾപ്പെട്ടിട്ടുള്ളത് ഹവാല പണമാണെന്നും ആയത് 2021 കേരള നിയമസഭാ ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നതിലേക്കായി BJP പാർട്ടിക്ക് വേണ്ടി കമ്മീഷൻ അടിസ്ഥാനത്തിൽ കർണാടകയിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇതിലെ പെറ്റീഷനുടെ നേതൃത്വത്തിലും സുരക്ഷയിലും കൊണ്ടുപോകുന്ന വഴിയാണ് പുലർച്ചെ 4:40 മണിക്ക് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടതെന്നും ഈ പണത്തിൽ ഇതിന്റെ പെറ്റീഷനായ ധർമ്മരാജന് യാതൊരുവിധ അവകാശങ്ങളും അധികാരങ്ങളും ഇല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെയും നാളിതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും വെളിവായിട്ടുള്ളതാണെന്ന് പോലീസ് കോടതിക്ക് മുമ്പാകെ കൊടുത്ത രേഖയുടെ ഭാഗമായിട്ട് പറയുന്നു. ഈ ധർമ്മരാജൻ 3.5 കോടിയും എന്റേതാണ് എന്ന് അദ്ദേഹം തന്നെയും പറഞ്ഞത് നമ്മുടെ കൈവശമുണ്ട് രേഖയായിട്ട്, കോടതി രേഖയുടെ ഭാഗമായിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ വാദം എങ്ങനെ വിലപ്പോവാനാണ്? സനീഷോട് ഞാൻ ചോദിച്ചത് കേട്ടോന്ന് എനിക്കറിയില്ല. ഇത് എപ്പോ കൊടുത്തു എന്ന് താങ്കൾ പറയുന്നതാണ് ഈ നോട്ട്? കോടതിയിൽ ധർമ്മരാജൻ ഈ പണം എന്റേതാണ്, എനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞില്ലേ? അതിന് കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് BJP-യുടെ ഹവാല പണമാണ്, BJP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാനായിട്ട് വന്നതാണെന്ന്. ശരി, ഞാൻ അത് പറഞ്ഞപ്പോഴാണ് സനീഷ് താങ്കൾ ഇടപെട്ടത്. ഈ കേസ് അന്വേഷണം മാറ്റി പുതിയ നേരത്തെ റഹീം പറഞ്ഞ മാതിരി BJP-ക്കാരങ്ങ് പേടിച്ച് വരണ്ടു പോയ SIT ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം. 5/5/2021 സനീഷെ വളരെ കൃത്യമായി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കേരളം ഒഴികെ കേരളം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി അന്വേഷിക്കാനുള്ള അവകാശം SIT-ക്ക് കൈമാറിയിരിക്കുന്നു. 60 ദിവസത്തോളമായില്ലേ സനീഷ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ഇത്രക്ക് പ്രമാദമായ ഒരു കേസിൽ അത്ര വലിയ കൂടുതൽ ദിവസങ്ങളാണോ? അതായത് BJP-യുടേതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വെളിവായിട്ടുള്ളതാകുന്നു എന്ന് പോലീസ് കോടതിയിൽ ഇപ്പോൾ കണ്ടെത്തലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. 60 ദിവസം കൊണ്ട് ഇതല്ലാതെ പിന്നെ എന്താണ് ചെയ്യുക? 60 ദിവസം താങ്കൾ 2-3 നാൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എത്ര വലിയ സംഭവമാണോ അത്? അല്ല, 60 ദിവസമല്ല, 6 വർഷം എടുക്കുന്നതിന് ഞങ്ങൾക്ക് അതിൽ അല്പം പോലും അശേഷം ഞങ്ങൾക്ക് ആദിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് BJP-യുമായി ബന്ധപ്പെടുത്താൻ ഇതുവരെ എന്താണ് ലഭിച്ചിരിക്കുന്നത്? ഞങ്ങൾ എന്താണ് ഇത്രയും കാലം എടുത്ത നിലപാട് എന്താണ്? ഏതെങ്കിലും ഒരു സംസ്ഥാന സംഘടനാ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഒരു ദിവസം അദ്ദേഹം തിരക്കാതെ പിറ്റേന്ന് ചെന്നു. കേരളം മുഴുക്കെയുള്ള BJP-യുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇവിടെയുള്ള എല്ലാ ആളുകളെയും പോലീസ് വിളിച്ചവരൊക്കെ കൃത്യമായ മറുപടിയുമായിട്ട് അവർ ബന്ധപ്പെട്ടു. ഇന്നേ വരെ പോലീസിന് ഇതുപോലെ തെളിവ് കിട്ടിയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിച്ച ഒരു ചോദ്യം സനീഷ നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കള്ളപ്പണമാണ്, അൺഅക്കൗണ്ടഡ് മണിയാണ്, തീവ്രവാദത്തിനുള്ള പണമാണെങ്കിൽ ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ച് അന്വേഷണത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് എന്താ കേരള പോലീസ് പോവാത്തത്? അതെന്താണ് പറയുന്നത്? താങ്കൾ 5-5 മാസം 27-ാം തീയതി ED വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകി. ജൂൺ 1-ന് EDക്ക് സർക്കാർ ഈ അന്വേഷണ സംഘം വിവരങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനകത്ത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കളും BJP-യും എന്താണ് പൊതുസമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന്. ഇതിപ്പോൾ CPM-ന്റെ നേതാക്കളാണെങ്കിൽ തന്നെയും ചോദ്യം ചെയ്യപ്പെട്ടതാണെങ്കിൽ CPM-ന് ബന്ധമുള്ള പണമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യില്ലേ? അപ്പുറത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ചോദ്യം ചെയ്യപ്പെട്ടതെങ്കിൽ കോൺഗ്രസിന് ബന്ധമുള്ള പണമാണ് എന്ന് പറയില്ലേ? ഇതിപ്പോൾ EDക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇതൊക്കെ എവിടെ ചെന്നാണ് ഈ വാദങ്ങൾ നിൽക്കുക? സനീഷെ, കേരള പോലീസ് അല്ല യഥാർത്ഥത്തിൽ സലീം മടവൂർ, ഞാൻ പേര് പറയേണ്ടെന്ന് വിചാരിച്ചു ഇത്രയും നേരത്തെ, സലീം മടവൂർ എന്ന പൊതുപ്രവർത്തകൻ കൊടുത്ത ഹർജിയാണ് EDക്ക് ഈ കേസിൽ ഇടപെടാൻ വേണ്ടി കോടതിയിലേക്ക് കേരള ഗവൺമെന്റ് വിവരങ്ങൾ ഇങ്ങോട്ട് തേടിയത്. കേരള പോലീസ് അങ്ങോട്ട് കൊടുത്തതല്ല, അത് ഇങ്ങോട്ട് തേടുകയാണ്. ED അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. ED അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങൾ പറയുന്നത് ഇത്രയും അന്വേഷിച്ചിട്ട് എവിടെയും എത്താത്ത കേസ്, പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പൊ അവസാനം സുന്ദരയുടെ പേര് വന്നു. ആദ്യഘട്ടത്തിൽ ഞാൻ ഒറ്റ ചോദ്യം സനീഷ ചോദിക്കുന്നു, താങ്കൾ ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം. BSPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സുന്ദരൻ. അദ്ദേഹം ROയുടെ മുമ്പിൽ കൃത്യമായിട്ട് ആ മാസം 22-ാം തീയതി തിങ്കളാഴ്ച ചെന്നിട്ട് ഞാൻ സ്വമേധയാണ് പിൻവലിക്കുന്നത് എന്ന് പറയുക മാത്രമല്ല,
BSPക്കാര് കൊടുത്ത തട്ടിക്കൊണ്ടുപോകൽ കേസിന്റെ ഹാജരായി 22-ാം തീയതി ബദിയടുക്ക സർക്കിൾ ഇൻസ്പെക്ടറുടെ മേശപ്പുറത്ത് ഇപ്പോഴുമുണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഞാൻ സ്വമേധയാ പോയതാണ്. ഈ അദ്ദേഹത്തെയാണ് കേരളത്തിലെ ഒരു BJP വിരോധം തലയ്ക്ക് പിടിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ പോയി ചെന്ന് ആദ്യം താങ്കൾ സംസാരിക്കുമ്പോൾ ഇടപെടുന്നതിൽ, പക്ഷേ താങ്കൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം പിടിക്കുകയാണ്, അത് മാത്രം വിശദീകരിച്ചിട്ട് ഈ ചർച്ചയുടെ സമയം കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന തോന്നൽ എനിക്കുണ്ട്. എന്തായാലും കേൾക്കുന്ന ആളുകൾക്കും ഒരുപക്ഷെ ഉണ്ടാകും. നോക്കുകൂടെ സുരേന്ദ്രന്റെ ശബ്ദത്തിൽ എന്റെ കൈവശം ഇതാ പണമുള്ള ബാഗുണ്ട്, ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, കൃഷ്ണദാസ് അറിയരുത് എന്ന് പറയുന്നില്ലേ? കൃഷ്ണദാസ് എന്ന അദ്ദേഹത്തിന്റെ സഹനേതാവ് അറിയാതെ ഞാൻ പണപ്പെട്ടിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പം പിടിച്ച, കൃഷ്ണദാസ് അറിയാൻ പാടില്ലാത്ത, മറ്റാളുകൾ അറിയാൻ പാടില്ലാത്ത പണം എന്റെ കൈവശമുണ്ട് എന്നല്ലേ എളുപ്പത്തിൽ മനസ്സിലാകുന്ന അർത്ഥം? താങ്കൾ പറയുന്നത് ജാനുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സനീഷൻ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ജാനുവിന്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, വ്യക്തമാക്കിയതിനു ശേഷം ശ്രീ ജയേന്ദ്ര മാഷ്, ഇതൊന്നും വേറെ ആയിട്ട് വിഷയങ്ങളായിട്ടല്ല. അതായത് ഈ ആളുകളോട് പറയാൻ പറ്റാത്ത പണം എന്റെ കൈവശമുണ്ട് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അത് നമ്മൾ എല്ലാവരും കേൾക്കുന്നു. BJPയുടെ പേരിൽ ഇതാ പണം വന്നിരിക്കുന്നു, കള്ളപ്പണം എന്ന് പോലീസ് കോടതിക്ക് മുമ്പായി കൊടുക്കുന്നു. ശരിയല്ലാത്ത പണം, സഹപ്രവർത്തകനായുള്ള നേതാവ് മറ്റൊരു നേതാവ് പോലും അറിയാൻ പാടില്ല എന്ന പണം സംസ്ഥാന അധ്യക്ഷൻ പെട്ടിക്കകത്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന കള്ളപ്പണം ഇവരുടേതാണ് എന്ന് ഉറപ്പിക്കാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ മറ്റ് തെളിവുകൾ വേണോ ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ? സനീഷേ, ഞാൻ അത് തന്നെയാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. പൊതുസമൂഹമാണോ ഈ കള്ളപ്പണത്തെ കുറിച്ചുള്ള തീർപ്പെടുക്കേണ്ടത്? തനിക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്ന്, അത് അക്കൗണ്ടഡ് മണിയാണെന്നതിന്റെ വ്യക്തമായ തെളിവ് അദ്ദേഹം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു. കോടതി അത് നിഷേധിച്ചത് കള്ളപ്പണം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആദ്യഘട്ടം മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോന്ന് പറഞ്ഞത് മാറ്റി മാറ്റി പറയുകയല്ലേ ഉണ്ടായത്. ആദ്യഘട്ടം മുതൽ BJPക്കെതിരെ ഓരോരോ നുണകൾ പൊളിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ സമനസാല പറയുന്നു, സന്തോഷപൂർവ്വം പറയുന്നു, കോടതിയുടെ മുമ്പിൽ ധർമ്മരാജൻ കൊടുത്ത അദ്ദേഹത്തിന്റെ പണത്തിന്റെ സോഴ്സ് അത് ശരിയല്ലെന്ന് കേരളത്തിൽ കോടതി പറഞ്ഞോ? പോലീസിന് തെളിയിക്കാൻ സാധിച്ചോ? ഈ കേസിനെ കുറിച്ച് ബാംഗ്ലൂർ ഉൾപ്പെടെ നഗരത്തിൽ പോയി പോലീസിനെ അന്വേഷിച്ചിട്ട് അത് കിട്ടിയ അൺഅക്കൗണ്ടഡ് മണിയാണെന്ന്, ബ്ലാക്ക് മണിയാണെന്ന് കിട്ടിയിട്ടുണ്ടോ? ഇത് ഓരോ ദിവസം കഴിയുന്നവരും പൊളിക്കുകയല്ലേ സനീഷ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജയേന്ദ്ര മാഷെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണത്തോട് മുഖം തിരിക്കുന്നത്, അന്വേഷണത്തിന് സഹകരിക്കില്ല എന്ന് നിലപാടെടുക്കുന്നത്? എന്നാൽ പിന്നെ നേരെ നിയമപരമായിട്ട് അങ്ങ് നീങ്ങിയാൽ, രാജ്യം ഭരിക്കുന്ന വലിയൊരു പാർട്ടി, ആ പാർട്ടി എവിടുത്തെ ഒരു നിസ്സാരമായിട്ട് ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ കള്ള കേസുകളിൽ പെടുത്തുകയാണെങ്കിൽ, ഇത്രക്ക് സുതാര്യമായിട്ട് കാര്യങ്ങളാണെങ്കിൽ പിന്നെ നിയമപരമായിട്ട് അങ്ങ് നേരിട്ട് ഈ കാര്യങ്ങൾ പൊളിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും സനീഷ്, അത് തന്നെയാണല്ലോ ഞങ്ങൾ തീരുമാനിച്ചത്. ഇതുവരെ പോലീസ് വിളിച്ചിടത്തൊക്കെ പോയി ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി 1-2 മൊഴിയെടുത്ത് മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും മുമ്പിൽ ഇതാ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തി BJP ഒരു കൾപ്രിറ്റ് പാർട്ടിയാണെന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഇതുവരെ വിളിച്ചിട്ട് എന്ത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്? സംസ്ഥാന സംഘടനാ സെക്രട്ടറി മുതലുള്ള ആളുകളെ വിളിച്ചു വരുത്തി പോലീസ് അവിടെ ഇരുത്തി 1-2 മണിക്കൂർ എടുത്ത് നിങ്ങളോട് 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എന്ന് മാത്രം പറഞ്ഞ് തിരിച്ചുവിട്ടു. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഞങ്ങൾക്ക്, ഞാൻ ചോദിക്കുന്നു, ഒരു ദേശീയ പാർട്ടി എന്ന് താങ്കൾ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ പോലീസിന്റെ മുമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിൽ വരണം, കോഴിക്കോട് തൃശ്ശൂരിൽ പോകണം, കാസർഗോഡും തൃശ്ശൂരിൽ പോകണം, പ്രവർത്തകന്മാരെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടി ഒരു നോട്ടീസ് പോലും കൈപ്പറ്റാതെയാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. അതിനു പോലും കാത്തിരുന്നില്ല. ഇത്രയും കാലം സഹകരിച്ചിട്ട് പോലീസ് മാറ്റി മാറ്റി പറയുകയും പുതിയ കഥകൾ മെനയുകയും ചെയ്യുമ്പോൾ ഒരു ദേശീയ പാർട്ടിക്ക് ഇതിന് മാത്രമാണോ ഞങ്ങൾക്ക് സമയം മെനക്കെടുത്താനുള്ളത്? അതെന്ത് വർത്തമാനമാണ് ജനങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക, അന്വേഷണത്തിലൂടെ ആ കാര്യങ്ങളെ നേരിടുക എന്നതൊക്കെ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടതല്ലേ? ഞങ്ങൾക്ക് ഇതാണോ പണിയെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് ശരിയാകുക? അതൊക്കെ ആക്ഷേപം വരുമ്പോൾ ഇപ്പൊ ഏത് പാർട്ടിയാണ് നേരിടുന്നത്? ഞങ്ങൾ എന്താണ് ഞങ്ങളുടേതല്ലെന്ന് പറയാൻ കോടതിയിൽ ഇന്നേ വരെ പോലീസ് എന്താണ് കൊടുത്തിട്ടുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പോലും പറഞ്ഞതിൽ കവർച്ച കേസ് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ കൈരളി ചാനലാണ് ഇതിന്റെ 10 കോടിയുടെ കണക്ക് പറഞ്ഞു. ഇപ്പൊ 3.5 കോടിയിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ. ഇതിങ്ങനെ ആദ്യം BJPക്കാരാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ? ഇനി പോലീസ് കൊണ്ടുവരട്ടെ, ഞങ്ങൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടുമാണ് ഞങ്ങൾ നേരിടുന്നത്. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ? 2 നിലയ്ക്കും BJP നേരിടാം. ഇത്രയും കാലം സഹകരിച്ചു. ഇനി ഇതേ കാര്യത്തിൽ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കപ്പെടാൻ, വേട്ടയാടാൻ, നിന്നുകൊടുക്കാൻ BJPക്ക് ഇപ്പൊ സമയക്കുറവുള്ളത് കൊണ്ട് പോലീസിന് സ്വതന്ത്രമായി മുന്നോട്ട് പോകട്ടെ, ഞങ്ങൾ അതിന് ഭയക്കുന്നില്ല. അതാണ് നിങ്ങൾ ശ്രീ റഹീം നിങ്ങൾ ഇരുന്ന് ചിരിക്കണ്ട. കാരണം
നിങ്ങൾ ആ പാർട്ടിയെ വല്ലാതെ ഉപദ്രവിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് BJP എങ്ങനെയെങ്കിലുമൊക്കെ അവർക്കുണ്ടായിരുന്നൊരു സീറ്റ് കളയുക എന്ന് നിങ്ങളുടെ ലക്ഷ്യമായിരുന്നു, അത് ചെയ്തു. ഇപ്പോൾ സുരേന്ദ്രൻ തന്നെയും മറ്റു നേതാക്കൾ തന്നെയും പറഞ്ഞത് കോൺഗ്രസിനെ ഇപ്പോൾ ഒരു മൂലക്കാക്കി അടുത്ത 5 വർഷത്തിന് ശേഷം BJP ശക്തമായിട്ട് വരുമെന്ന് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ശ്രീ റഹീം, BJPയെ മൂലക്കിരുത്താൻ ഞങ്ങൾ എന്തെങ്കിലും വിചാരിക്കേണ്ട കാര്യമുണ്ടോ? BJPയെ മൂലക്കിരുത്താൻ അവരുടെ തന്നെ ചെയ്തികൾ ധാരാളമല്ലേ. ഇപ്പോൾ കൃഷ്ണദാസ് അറിയാതെ സുരേന്ദ്രൻ, ഞാൻ ആലോചിച്ച് നോക്കിയേ, ഈ പോലീസ് അറിയരുതെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ അറിയരുതെന്നല്ല, കൃഷ്ണദാസ് അറിയരുതെന്നാണ് പറയുന്നത്. അപ്പോൾ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ ഞങ്ങളെയാണോ പേടി, കോൺഗ്രസിനെയാണോ പേടി, മാധ്യമങ്ങളെയാണോ പേടി, അതേ സഹപ്രവർത്തകരെയാണോ പേടി? നിങ്ങളത് ആലോചിക്കണം. ആ BJP ഞങ്ങൾ മൂലക്കിരുത്താൻ വേറെ എന്തെങ്കിലും ഓവർ ടൈം പണിയെടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന്. രണ്ട്, അവരുടെ ചെയ്തികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ഈ നാട്ടിൽ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും മണ്ണെണ്ണയുടെയും വിലക്കയറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ BJPയുടെ പിറകിൽ അണിനിരക്കോ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ BJPയെ മൂലക്കിരുത്താൻ നമ്മൾ വല്ല പഠിച്ചിട്ടുണ്ടോ? അവരുടെ തന്നെ ചെയ്തികൾ ധാരാളമല്ലേ. ഞങ്ങൾ എന്തിനും ഓവർ ടൈം പണിയെടുക്കണം? അവർ തന്നെ അവരെ തകർക്കാൻ അവർ ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അത്രയേറെ ജനവിരുദ്ധ നയങ്ങളാണ്, അത് തന്നെ അവരെ മൂലക്കിരുത്തിക്കോളും. ഇവിടെ അദ്ദേഹം പറയുന്നത്, സനീഷ് വളരെ വ്യക്തമായി ഇരിങ്ങാലക്കുട കോടതിയിൽ ഇന്ന് പോലീസ് കൊടുത്ത രേഖ ഇവിടെ വായിച്ചു. പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയാണ് വിലയിരുത്തിയത്. അദ്ദേഹം ഇവിടെ സലീം മടവൂറിന്റെ പേര് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം പരാതി കൊടുത്തപ്പോൾ മാത്രമാണ് പോലീസ് EDക്ക് റിപ്പോർട്ട് കൊടുത്തത്. എൻ്റെ പൊന്നു സഹോദര, ED എവിടെയായിരുന്നു? EDയെ എന്തിനാണ് ഉണ്ടാക്കിയത്? EDക്ക് പണം കൊടുക്കുന്നത്, ഊട്ടി വളർത്തുന്നത് എൻ്റെയും താങ്കളുടെയും നികുതി പണമാണ്. എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? രാജ്യത്തെ കള്ളപ്പണ ഇടപാടുകൾ തടയാൻ. രാജ്യത്ത് ആരുടെയെങ്കിലും കയ്യിൽ കള്ളപ്പണം ഇരിക്കുന്നുവെന്ന് അറിഞ്ഞാൽ, കേട്ടറിഞ്ഞാൽ അവിടെ ചെന്ന് അതിനെക്കുറിച്ച് പിടിക്കാനും പരിശോധിക്കാനുമുള്ള ഏർപ്പാടുകളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകട്ടെ, വ്യത്യസ്തമായ ഏജൻസികൾ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. എവിടെ പോയിരുന്നു നിങ്ങൾ ആലോചിക്കണം. ഈ സംഭവം കവർച്ച നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്തു. ഒരു മാധ്യമ സ്ഥാപനത്തിലെ ആങ്കർ എവിടെയാണ് ED എന്ന് ചോദിച്ച് EDയെ വിമർശിച്ചപ്പോൾ ഓവർ സ്മാർട്ട് ആവരുതെന്ന് പറഞ്ഞ് EDയുടെ പ്രധാന ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. മറന്നുപോയോ നിങ്ങൾ? ആ ED എവിടെയായിരുന്നു? ED ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. കാരണം EDയുടെ യജമാനന്മാരുടെ പണമാണെന്ന് EDക്കറിയാം. അങ്ങ് ചോദിച്ചല്ലോ, BJPയുടെ പണമാണെന്നതിൽ എന്തൊരു തെളിവ്? ഒറ്റ തെളിവ് മതി. ED ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തതാണ് അതിന്റെ തെളിവ്. അല്ല, അത് തിരിച്ചുമായി ശ്രീ റഹീം. അതായത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ ദേശീയ ഏജൻസികൾക്ക് കൈമാറാതിരിക്കാൻ ഈ കേസ് ഇങ്ങനെ ഈ പറയുന്നത് പോലുള്ള വലിപ്പത്തിലുള്ള കേസാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് കേരള പോലീസ് അല്ല. പക്ഷേ എന്നിട്ടും കേരള പോലീസ് ഇതിന് പിന്നാലെ കൂടിയിരിക്കുന്നു. അത് തിരിച്ചും പറയാമല്ലോ, ED അത് ഏറ്റെടുക്കാതിരിക്കുന്നത് ഇത് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു, അങ്ങനെയും പറയാമല്ലോ. അങ്ങനെയല്ല. ഇപ്പോൾ കള്ളപ്പണ ഇടപാട്, ഇപ്പോൾ ധർമ്മരാജൻ തന്നെ പറഞ്ഞത് പ്രകാരം ഇത് കുഴൽപ്പണാണ്. ധർമ്മരാജൻ തന്നെ കൊടുത്ത മൊഴി പ്രകാരം കുഴൽപ്പണാണ്. ആ കുഴൽപ്പണം കയ്യിൽ കൊണ്ട് നടക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ. അത് ED ഇടപെടണ്ടേ? ED അവിടെ നിശബ്ദതയായിരുന്നു. രണ്ടാമതൊരു കാര്യം, ഞങ്ങൾ കൊടുക്കാത്തത് എന്തിനെന്നുള്ളതാണ്. PMLA ആക്ട് അട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നത്. അത് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രം ചെയ്തിട്ടൊരു കാര്യമാണ്. ശരി, ഒരു നിമിഷം ശ്രീ റഹീം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ശ്രീകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സലീം മടവൂർ ഇവിടെ ഇപ്പോൾ ടെലിഫോണിലാണ്. ശ്രീ സലീം മടവൂർ, താങ്കൾ ഇവിടെ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാൻ താങ്കളെ നേരത്തെ ഉദ്ദേശിക്കാതെ വിളിച്ചത്. ഇവിടെ ഈ താങ്കൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കേസിൽ വേറെ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായത്, കോടതിയുടെ ഭാഗത്തുനിന്ന് ED ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടുന്ന നിലയൊക്കെ ഉണ്ടായതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ BJPക്ക് യാതൊരു പങ്കാളിത്തവുമില്ല ഈ പണവുമായി ബന്ധപ്പെട്ട് എന്ന അവരുടെ വാദം ശരിയായതാണോ? അല്ല, BJP ഇപ്പോ അന്വേഷണ സംഘത്തെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അന്വേഷണവുമായി സഹകരിക്കില്ല എന്ന് പറയുന്നു. തങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളുടെ വീട്ടിലേക്ക് പോലീസ് ചെല്ലും, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കയറി ചെല്ലും, അവരെ കേസിൽ കുടുക്കി ജയിലിലിടുമെന്ന് ഒരു സംസ്ഥാന ഭാരവാഹി പരസ്യമായി ഭീഷണിപ്പെടുത്തും. എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ ആ രൂപത്തിൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഈ അന്വേഷണ സംഘത്തെ തന്നെ ഭയപ്പെടുത്തുകയാണ്. പക്ഷേ ശ്രീ സലീം, BJPക്ക് പങ്കാളിത്തമുണ്ട്. BJP എന്ന പാർട്ടിക്ക് ദേശീയ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് പങ്കാളിത്തമുണ്ട് എന്നതിന് സുഘടിതമായ തെളിവുകളൊന്നും ഇല്ലല്ലോ ഇതുവരെ.
അല്ല, BJP ആണല്ലോ. എന്ത് തെളിവിന്റെ അഭാവമാണത്? BJPയുടെ നേതാവായിരിക്കുന്ന RSSന്റെ നേതാവായ ധർമ്മരാജനാണ് ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ധർമ്മരാജന് പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അതാണ് തെളിയിക്കപ്പെടേണ്ടത്. ധർമ്മരാജൻ ഒരു കൂലിവാദിയാണ് എന്ന് വെച്ചാൽ ഈ വാദിയായിട്ട് BJP ചുമതലപ്പെടുത്തിയ ആളാണ്. അയാൾക്ക് ചില ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ ഇടപാടുകളെ കുറിച്ച് തന്നെ ED അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്, ഒരു ബസ്സിലെ കണ്ടക്ടറായിട്ട് ജീവിതം തുടങ്ങിയ ധർമ്മരാജൻ ഇന്ന് കോടീശ്വരനാണ്. എങ്ങനെ വന്നു എന്നുള്ളത് ED അന്വേഷിക്കണം. EDക്ക് പ്രത്യേകമായി പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, പക്ഷേ സലീം മടവൂർ, അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റികളിലൂടെ പണമുണ്ടാക്കിയ നിരവധി ആളുകൾ ഉണ്ടാകുമല്ലോ. അത് പല പാർട്ടികളുടെയും രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളായിട്ട് അവർ നിലനിൽക്കുന്നുണ്ടാകും. ഇവർക്ക് പക്ഷേ പാർട്ടി ബന്ധം എന്ത് എന്ന തെളിവ് വേണ്ടേ? BJP ചുമതലപ്പെടുത്തിയതാണ് ധർമ്മരാജനെ ഈ കേസിൽ തന്റെ പണമാണെന്ന് വാദിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ആളാണ്. അയാളെ കൃത്യമായി പിടിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ തെളിയും. ധർമ്മരാജനെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ BJPയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ പേര് ധർമ്മരാജൻ വിളിച്ചു പറയും. പക്ഷേ സലീം മടവൂർ, അദ്ദേഹത്തിന് വാദമുണ്ട്. അദ്ദേഹം തന്നെയും ഇപ്പോൾ നോക്കൂ, അദ്ദേഹം പൂർണ്ണമായിട്ട് തട്ടിപ്പാണെങ്കിൽ അദ്ദേഹം ഈ കോടതിയെ അദ്ദേഹം അങ്ങോട്ട് നിന്ന് സമീപിക്കുമോ? അദ്ദേഹം സമീപിച്ച് പറയുന്നത്, എന്റെ കൈവശം രേഖയുണ്ട്, ഡൽഹിയിലെ ഒരു ബിസിനസ്സുകാരൻ എനിക്ക് ബിസിനസ് ആവശ്യത്തിന് തന്നതാണ് ഈ പണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, അത് കൃത്യമായ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ പണത്തിന് ഉറവിടം തേടി അന്വേഷണം നടത്തിയാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പുറത്തു വരും. അതൊക്കെ കൃത്യമായിട്ട് ഈ പരാതി കൊടുക്കാൻ താമസിച്ചല്ലോ. ഈ പരാതി സംഭവം നടന്ന 5 ദിവസം കഴിഞ്ഞല്ലേ പരാതി കൊടുത്തത്. അതിനിടയിൽ നടത്തിയ ഗൂഢാലോചന അത് പ്രത്യേകം അന്വേഷിക്കണം. ഈ പണത്തിന്റെ സ്രോതസ്, ആരുടെ പണം? ഈ നഷ്ടപ്പെട്ട വാഹനത്തിൽ ഈ ധർമ്മരാജൻ ഇല്ലല്ലോ. ആ സമയത്ത് ഡ്രൈവറാണ്, മറ്റൊരു വാഹനത്തിലാണ് ഇയാളുള്ളത്. അപ്പൊ ഇയാൾ ഈ കൃത്യമായി പ്രതികളൊക്കെ അദ്ദേഹം മുൻകൂട്ടി പറയുകയാണ്. ഈ പ്രതികൾ ഇന്ന ആളാണ് എന്ന് ഈ ധർമ്മരാജൻ പറയണമെങ്കിൽ, കാണാത്ത പ്രതികളെ കുറിച്ച് ഷംജീറിന് പ്രതികൾ അറിയില്ല, ഈ പ്രതികളെ ഇദ്ദേഹം പറയണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ധർമ്മരാജൻ ഈ പ്രതികളുമായി ബന്ധമുണ്ട്, ഈ കൊള്ള നടത്തിയ. അതേപോലെ തന്നെ ധർമ്മരാജനെ കൃത്യമായിട്ട് ഈ ഫീൽഡിൽ ഇറക്കിക്കൊണ്ട് തന്റെ പണമാണെന്ന് പറയിപ്പിച്ചതാണ്. തിരിച്ചു വരാം ശ്രീ സലീം മടവൂർ താങ്കളിലേക്ക്. ശ്രീ N. ശ്രീകുമാർ, ഇങ്ങനെയാണ് ഈ പറയുന്നത് പോലെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ വൈകാതെ അന്വേഷണം നിശ്ചയമായിട്ടും BJPയിലേക്ക് എത്തിയല്ലേ പറ്റൂ. ഇപ്പോൾ തന്നെയും BJPക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന ശരിയല്ലാത്ത പണമാണിത് എന്ന് പോലീസ് ഇപ്പോൾ തന്നെ കോടതിക്ക് മുമ്പാകെ രേഖാമൂലം വിവരം അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം നേരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ BJPയിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? സനീഷ, ഞാനത് പറയാം. അതിനു മുമ്പ് ശ്രീ റഹീം ഇവിടെ ഒരു പരാമർശം നടത്തിയല്ലോ, നമ്മൾ ഈ നിരീക്ഷകന്മാർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന്. റഹീമിനെ പോലെയുള്ള ഒരു DYFIയുടെ ഒരു CPMന്റെ ഒക്കെ ഒരു പ്രമുഖ നേതാവ് ഒരു മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നതൊക്കെ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ഒരു പത്രപ്രവർത്തകൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നിരീക്ഷിക്കും. ആ നിരീക്ഷിക്കുമ്പോൾ അയാൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. അപ്പൊ ഞാൻ ഇടതുപക്ഷത്തെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തെ നിരീക്ഷിക്കുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയാണ് ഞാൻ, അത് യാതൊരു തർക്കവുമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ചർച്ചയിൽ ആദ്യം പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ അല്ല എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് പറയുന്നത് ശരിയാണ്. പക്ഷെ CPMന് സുഖിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ, അതാണ് നിഷ്പക്ഷത എന്ന് പറയുന്നെങ്കിൽ തെറ്റ്. അദ്ദേഹം പറഞ്ഞത് ന്യൂസ് 18 എന്തിനാ നിരീക്ഷകൻ എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ന്യൂസ് 18 നിരീക്ഷകൻ എന്ന് കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഒരു മോശമായ പ്രവണതയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്ക് അതിന്റെ ഒരു തൃപ്തി വരില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. വേറൊന്നും തെറ്റായിട്ട് എടുക്കുകയും വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, സനീഷ് ചോദിച്ച ചോദ്യം, അതായത് ഇവിടെ ഇപ്പൊ BJPക്കാർക്ക് എന്താണ് ഒരു ഊർജം പകരാനുള്ള കാരണം എന്താണ്? ഇപ്പൊ ജയേന്ദ്രൻ മാഷ് തന്നെ വളരെ ആവേശത്തോടെ പറയുന്നുണ്ടല്ലോ കാര്യങ്ങൾ. കേരള പോലീസ് ഇന്നും കൊടുത്തു ഈ പണം ധർമ്മരാജനോ അല്ലെങ്കിൽ പരാതിക്കാർ അവരാവശ്യപ്പെട്ടവർക്ക് തുക തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾ പിടിച്ചെടുത്ത പണം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് പണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പോലീസ് വ്യക്തമായി പറയുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ഇത് BJPക്കാരുടെ പണമാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് BJPക്കാർക്ക് ഒരു ആർജവം, അതാണ് അവരുടെ ഊർജം. അവരതാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. എന്താണ് മുഖ്യമന്ത്രി പറയാത്തെന്ന് ഇവിടുത്തെ പൊതുജനങ്ങളും ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്താണ് ഇത് BJPക്കാരുടെ പണമാണെന്ന് പോലീസ് പറഞ്ഞതല്ലേ? പോലീസിനെ ഭരിക്കുന്ന മന്ത്രിയല്ലേ മുഖ്യമന്ത്രി? അപ്പൊ പോലീസിനെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലേ? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇത് നിരീക്ഷണ പറ്റിയതല്ല, നിഷ്പക്ഷനല്ല എന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ലക്ഷദ്വീപിൽ ഒരു പ്രശ്നമുണ്ടല്ലോ സനീഷേ. ഈ ലക്ഷദ്വീപ് പ്രശ്നം BJPക്കെതിരെ ആളി കത്തുമ്പോൾ കേരളത്തിൽ BJPയുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം തൽക്കാലം ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ് ഞാൻ കരുതുന്നത്. അവര് K. സുരേന്ദ്രനെ മാറ്റും, അല്ലെങ്കിൽ അഴിച്ചുപണി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ എന്താ കേൾക്കാത്തത്? ഇവിടെ അഴിച്ചുപണി നടത്തുകയാണെങ്കിൽ BJPയുടെ നിലപാടുകൾ, ലക്ഷദ്വീപ് എടുത്ത നിലപാടുകൾ തെറ്റാണെന്ന് വ്യാഖ്യാനം വരും. ലക്ഷദ്വീപിൽ പാർട്ടി വളരെ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പിന്നെ വേറൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യം,
കേരളത്തിൽ ഇതിപ്പോ BJP-ക്കാരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പണമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ജയേന്ദ്രൻ മാഷ് പറഞ്ഞല്ലോ ഞങ്ങൾ സഹകരിച്ചു. ആദ്യം സഹകരിച്ചില്ല മാഷെ. ആദ്യത്തെ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോ 1-2 ദിവസം അവർ വന്നില്ല. പിന്നീടാണ് അവർ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അപ്പൊ അതിനുശേഷം ഈ ചോദ്യം ചെയ്യലിന് ഹാജരായി എന്നുള്ളത് കൊണ്ട് അതിനെ ഞങ്ങൾ അതിനോട് സഹകരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് BJP-യുടെ പണമാണെന്ന് പോലീസ് പറഞ്ഞാൽ അത് BJP-യുടെ പണമാണെന്ന് ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചാൽ BJP-ക്ക് തിരിച്ചടിയാവും. അതെന്താണ് CPM-ഉം ആഭ്യന്തര വകുപ്പും ചെയ്യാത്തത്? എന്താണ് മുഖ്യമന്ത്രി ചെയ്യാത്തത്? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയം കാണരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഞാൻ തിരിച്ചു വരാം. നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് പോകണം. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ടെങ്കിലും ഈ AN രാധാകൃഷ്ണനൊക്കെ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളെല്ലാവരും BJP പാർട്ടി അപ്പാടെ തന്നെയും യോജിക്കുന്നതാണോ? ഈ ഇങ്ങനെ ഒരു കേസ് വരുന്നു, അതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ നേരിടാം, പക്ഷേ മുഖ്യമന്ത്രിയെ കിടന്നുറങ്ങാൻ വിടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു കൗണ്ടർ ഭീഷണിയായിട്ട് തോന്നില്ലേ? അതായത് നിങ്ങളുടെ മക്കളെ ജയിലിൽ പോയി കാണേണ്ടി വരും എന്ന് വെച്ചാൽ ആളുകൾ കരുതുക എന്തോ കുഴപ്പമുള്ളത് കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് എന്നല്ലേ? സനീഷെ, ഞാൻ യാത്രയിലായിരുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അങ്ങോട്ട് ഒരു 2 മിനിറ്റ് അവസാനിപ്പിക്കാം. പെട്രോൾ ഡീസലിന്റെ വില വലിയ ആവശ്യത്തോട് റഹീം പറഞ്ഞു. റഹീമെ, കള്ളും നമ്മുടെ ലോട്ടറിയും ഇന്ധനവും ഇല്ലെങ്കിൽ കേരളം നശിച്ചു പോകുമെന്ന് പറഞ്ഞ് കരഞ്ഞത് GST ഉൾപ്പെടുത്താൻ സഹായിക്കാത്തത് നിങ്ങളുടെ ധനകാര്യമന്ത്രിയാണ്. നമുക്കിതിൽ നിങ്ങൾ കരയുമ്പോൾ ആത്മാർത്ഥതയോടെ ആണെങ്കിൽ നമുക്കതൊന്ന് GST ചേർക്കാൻ. GST കൗൺസിലിലെ വലിയ എന്തൊക്കെ പദവി കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി ഇദ്ദേഹത്തിന്. ഒന്ന് സഹകരിച്ചുകൂടെ? പിന്നെ ED എവിടെയായിരുന്നു താങ്കൾ ചോദിച്ചു. ED കേസുണ്ടോ എന്ന് ചോദിച്ച് നടക്കലല്ല. പിണറായി നേരത്തെ ക്ഷണിച്ചു വരുത്തിയിട്ടാണ് വന്നത് അബദ്ധമായി തോന്നിയപ്പോൾ നിങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് കേരളത്തിൽ സ്വതന്ത്രമായി ഇടപെടാനുള്ള അവകാശം പിൻവലിച്ചതായി കടലാസ് കൊടുത്തു. താങ്കൾ ഇത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ മുമ്പ് കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം പറയരുത്. നേരത്തെ സലീം മടവൂര് പറഞ്ഞു 5 ദിവസത്തെ ഗൂഢാലോചന. ധർമ്മജൻ എവിടുന്ന് പണം കിട്ടി? 5/5/2021 ബഹ്റ കൊടുത്ത ഉത്തരവ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് സാർ. 120B വകുപ്പ് ഗൂഢാലോചന പോലീസ് ചുമത്തി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഈ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. കാരണം നാട്ടിൽ നിരീക്ഷണം പറഞ്ഞ ഒരു ചെറിയ കാര്യം വിയോജിക്കുന്നത്, സംസ്ഥാന സംഘടനാ സെക്രട്ടറി 2 ദിവസം സമയം ചോദിച്ചിട്ടാണ് സാർ വന്നത്. അദ്ദേഹം നിസ്സഹകരിച്ചതല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ തിരക്കും എറണാകുളത്ത് അദ്ദേഹത്തെ തൃശ്ശൂർ എത്താനുള്ള താമസത്തിനും അല്പം തന്നെ ജോലി തിരക്ക് മാറ്റിവെക്കാൻ വേണ്ടി സമയം ചോദിച്ചത് ഒരു വലിയ ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വരാതിരുന്നതല്ല. അദ്ദേഹത്തിന് കോവിഡ് ഇല്ല, നെഞ്ചുവേദനയും ഇല്ല. സനീഷ, ഞാനിവിടെ പറയുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായി ഇത്രയും ദിവസം ബോധ്യപ്പെടുന്നത് BJP-യെ രാഷ്ട്രീയമായി കരിവാരിത്തേക്കാനുള്ള ഗവൺമെന്റ് കുൽസിത ശ്രമം. അതിന് നിന്നു കൊടുക്കണമോ ഞങ്ങൾ? ആ ഒരു പ്രയാസമാണ് ഈ കാര്യത്തിൽ BJP പറയുന്നത്. അപ്പോൾ അന്വേഷണത്തോടെ നല്ലേ BJP പറയുന്നത് അല്ലേ? അങ്ങനെ നേരത്തെ സഹകരിച്ചല്ലോ. ഇപ്പോൾ ഇതുവരെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ മാതിരി BJP-ക്കെതിരെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത്രയും ദിവസം, ഈ എത്ര ദിവസമാണ് ഞങ്ങൾ ഇങ്ങനെ വെട്ടിയും എടുത്തിട്ട് തൃശ്ശൂരിലേക്ക് നടക്കുക? ഒരു നോട്ടീസ് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല സനീഷ്. ഇത്രയും ദിവസം വിളി കിട്ടി, നേരെ ചെന്നു, പറയാനുള്ളത് പറഞ്ഞു. കേസൊക്കെ വന്നാൽ ആ കാര്യത്തിൽ എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. അതായത് കേസൊക്കെ വന്നാൽ ഇപ്പോൾ ലാവ്ലിൻ കേസ് എത്ര കാലം ചർച്ച ചെയ്യപ്പെട്ടു, എത്ര കാലം അതിന്റെ പിന്നാലെ ആളുകൾക്ക് നടക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് എത്ര കാലം പോയി. ഈ മറ്റേ ഉമ്മൻചാണ്ടിയൊക്കെ കേസ് പെട്ടിരിക്കുന്ന പല കേസുകൾ. ഇത് ഞങ്ങൾക്ക് മാത്രമേ ഒന്നും പറ്റില്ല, ഞങ്ങളുടെ വേഗത്തിന് കാര്യങ്ങൾ നടക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? അത് ശരിയല്ല. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ നിലക്കുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ്. ഞങ്ങളുടെ വേഗത്തിൽ 60 ദിവസമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കില്ല. അത് ശരിയാണോ? പോലീസിന്റെ വഴികളില്ലേ സനീഷ്? സമയവും വേണ്ടേ? അപ്പോൾ നമ്മൾ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇതാ ഞങ്ങളെ വേഗത്തിൽ കാര്യങ്ങൾ കുറ്റവിമുക്തരാക്കി ഇങ്ങോട്ട് തരൂ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അല്ല, കഴിഞ്ഞ 2 മാസം നടന്നപ്പോഴും ഒന്നുമില്ലല്ലോ. ഇത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാ. ഇനി ഇങ്ങനെ ബഹുജന മധ്യത്തിൽ ഇതാ BJP-യെ വിളിച്ചു വരുത്തി എന്ന് നിങ്ങൾക്കും എനിക്ക് ചർച്ച ചെയ്ത് അവസരം കൊടുക്കുന്നില്ല. പോലീസിനെ ഇനി വരാത്ത പ്രതികളെ വരുത്താനുള്ള വഴി പോലീസിന് അറിയില്ലേ? ശരി, പോലീസ് ആ വഴിക്ക് പോകട്ടെ. അത് എങ്ങനെ നേരിടാമെന്ന് BJP-ക്ക് സാധിക്കുന്നത്? ലീഗലി ആൻഡ് പൊളിറ്റിക്കലി ഞങ്ങൾ നേരിടാം. പോലീസ് അവരുടെ വഴി നോക്കട്ടെ എന്നൊക്കെ പറയുന്നത് ആളുകള് ഏത് വിധത്തിലാണ്? ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്തൊരു കേന്ദ്രമായി നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നതാണ് അദ്ദേഹത്തെ കൊടുക്കാനെന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഉണ്ട്. അല്ല, ഇത്രയും ദിവസമായിട്ട് സുരേന്ദ്രനെതിരെ അങ്ങനെയാണെങ്കിൽ ഇതുവരെ വിളിച്ചു വരുത്താത്തത് എന്തുകൊണ്ടായിരുന്നു? ശരി, ചർച്ച അവസാനിപ്പിക്കാൻ ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ശ്രീകുമാർ സാർ മനസ്സിലാക്കേണ്ടത്, മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയമുണ്ട്, തീർച്ചയായും ഉണ്ടാകണം. ആ രാഷ്ട്രീയം മൂടി വെച്ച് പറയേണ്ടതില്ല, അത് പരസ്യമായി പറയണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് പരസ്യമായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വേണം. ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗം. 2, ഇദ്ദേഹം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ TP ജയചന്ദ്രൻ. അദ്ദേഹം പറയുന്നു കേന്ദ്ര ഏജൻസികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള
അംഗീകാരമില്ല എന്നാണ് പറയുന്നത്. തെറ്റാണ്. CBIയുടെ കാര്യത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്. CBIയുടെ കാര്യത്തിൽ ഇവിടെ വന്ന് നേരിട്ട് കേസെടുക്കാനാകില്ല. അത് വേറൊരു കോണ്ടസ്റ്റാണ്. ഇത് CBI ആണ് വരേണ്ടത്. EDക്ക് അന്വേഷിക്കാൻ എന്തിന്റെ കുഴപ്പം? PMLA വയലേഷൻ ഉണ്ട് എങ്കിൽ EDക്ക് എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ? എവിടെയാ വയലേഷൻ വരാത്തത്? നിങ്ങൾ ഈ മുട്ടിൽ മരമുറി കേസിൽ ED അന്വേഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അവിടെ അവര് വന്നില്ല എന്നുള്ളത് തന്നെ. ഇപ്പൊ എന്താ പറയട്ടെ? അല്ലല്ല, എന്റെ അവസരമാണ്. ഇപ്പൊ ധർമ്മരാജന്റെ മൊഴി ഇതേ ഇപ്പൊ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. ധർമ്മരാജൻ പറയുന്നു പണം കൊണ്ടുവന്നത് BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം. M ഗണേശൻ പറഞ്ഞിട്ടാണ് പണം കൊണ്ടുവന്നത്. ആർക്കെല്ലാം കൊടുക്കണമെന്ന് ഗണേശൻ കൊടുത്തിരുന്നു നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പണമാണെന്ന് മൊഴിയിരിക്കുകയാണ്. ശരി, ഇത് വരുന്ന പ്രശ്നം എന്താണ്? നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. രാജ്യത്തിനും ലോകത്തിന്റെയും മുമ്പിൽ നരേന്ദ്രമോദി എക്സ്പോസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ അതിന് നോട്ട് നിരോധിച്ചു, മറുപടി പറയണം. നിങ്ങൾ ഇതിന് ആളുകളെ ക്യൂവിൽ നിർത്തി, മറുപടി പറയണം. 3, നിശ്ചിത തുകയ്ക്ക് മുകളിൽ ഒരു തുക പോലും, ഒരു രൂപ പോലും നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല, നേരിട്ട് കൈമാറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്തിന്? നിങ്ങളത് പിൻവലിക്ക്. 3, 4, നിങ്ങൾ ജനാധിപത്യത്തെ വില കൊടുത്ത് വാങ്ങുന്നു. കേരളത്തിൽ കിട്ടുമെന്ന് നിങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ പറ്റിക്കാൻ പറഞ്ഞു. ശരി, വളരെ നന്ദി ശ്രീ റഹീം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ നന്ദി ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ശ്രീ ശ്രീകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. രാഷ്ട്രീയമായിട്ട് ബദലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ BJPക്ക് നിശ്ചയമായിട്ടുമുണ്ട്, അവരത് പറയുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും അന്വേഷണത്തോട് സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോകരുത് എന്ന് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPയോട് അഭ്യർത്ഥിക്കാനാണ് പൊതുജനത്തിന് സാധാരണഗതിയിൽ തോന്നുക. കാരണം ഇത് നിയമപരമായിട്ട് അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നുപോയിട്ട് തന്നെ ഇക്കാര്യങ്ങളിൽ BJP നിഷ്കളങ്കരാണെങ്കിൽ ആ നിഷ്കളങ്കത തെളിയിക്കപ്പെടണം എന്നാണല്ലോ എല്ലാവരും സ്വാഭാവികമായിട്ടും വിചാരിക്കുക. അതുകൊണ്ട് അന്വേഷണത്തോട് സഹകരിക്കണം എന്ന ആവശ്യം പൊതുവിൽ പൊതുജനം മുന്നോട്ട് വെക്കുമായിരിക്കും. വളരെ നന്ദി ഒരിക്കൽ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് 3 അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. Prime Debate, co-powered